ഹലോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടീനോ? നമ്മുടെ പാലക്കൽ അമ്മായിക്ക് ഒരു ബെറ്റായിട്ട് ബെറ്റ് വെച്ചത് നിങ്ങൾ കണ്ടീനോ? പൊന്ന് കറയുള്ള പൊന്നായതുകൊണ്ടൊക്കെ വേണ്ടാന്ന്. ഇതിൽ കറയുണ്ടോല്ലേ? എനിക്കറിയൂല, ആരുടെയൊക്കെ കണ്ണീരുണ്ടോല്ലോ ഇതിന്റെ മേല്. വേറെന്തേലും കൊടുത്താ സ്വീകരിക്കേ? നിങ്ങളെന്തോണ്ടോ കൊടുക്കാന്? അത് കറയില്ലാത്തതാ? പാരമ്പര്യമായിട്ട് കിട്ടിയ സാധനം. അപ്പൊ ദേ നമ്മുടെ പാലക്കൽ അമ്മായിയെ ഡാഡി എന്ന് എഴുതി വെച്ചത് എൻ്റെ മക്കളുടെ ഫോണാണ്. അതുകൊണ്ട് പറയാ, എൻ്റെ ഭർത്താവിൻ്റെ ഓഫർ നീ കേട്ടോ. 26 സെന്റ് സ്ഥലവും. എത്ര സ്ക്വയർ ഫീറ്റാ വീട്? 2000 സ്ക്വയർ ഫീറ്റ് വീടും നിനക്ക് എഴുതി തരാം. 18ഓളം ആൾക്കാരുടെ പേരിൽ ഞാൻ പീഡനക്കേസ് കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ കൊണ്ടെത്തന്നാൽ. യജാതി ഓഫറാ മോളെ. നിനക്ക് ജീവകാലം എന്താ, ആജീവനകാലം എന്നല്ലേ അറിയാ ഡോ? ബൈപ്പാസ് സൈഡിലാണ്. ബൈപ്പാസ് 3-4 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബൈപ്പാസ് ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്. 1.5 കിലോമീറ്ററാ? എന്നാ 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ. എൻ്റെ പൊന്നാരമോളെ ഡാഡാണ്, എൻ്റെ മക്കളുടെ തന്തപ്പിടിയാണ്. ഇനി ഇഞ്ച വാപ്പയാണെന്ന് പറയണ്ട. അപ്പം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്? എന്താ ഡിമാൻഡ്? അതുകൊണ്ട് നിങ്ങൾ എന്നെ പറഞ്ഞേക്ക്. യെസ്. അപ്പോൾ എല്ലാവരോടുകൂടി ആയിട്ടാണ് പാലക്കൽ അമ്മായിക്ക്. അല്ല, എല്ലാവരെയും അറിയിച്ചോട്ടെ. നമ്മളെല്ലാവരെയും അറിയിച്ചിട്ടാണല്ലോ സാധനം കൊടുക്കാന്ന് പറയുന്നത്. അപ്പോൾ ഓളും പറയാം. അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പേര് പറയാം. ലസിത പാലക്കൽ എന്ന് പറയുന്ന അമ്മായിക്കുള്ള ചലഞ്ച് വീഡിയോ ആണ്. അതായത് കൊയിലാണ്ടി കുറുവങ്ങാട് അക്കുഡേറ്റിൽ പുളിയരിക്കുന്നത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുൽ സലീം എന്ന് പറയുന്ന എൻ്റെ ഭർത്താവിൻ്റെ പേരിൽ 26 സെന്റ് സ്ഥലവും 2000 സ്ക്വയർ ഫീറ്റ് വീടുമുണ്ട്. അപ്പം അത് നിൻ്റെ പേരിലേക്ക് എഴുതി തരാൻ ഞങ്ങൾക്ക് 2 പേർക്കും സന്തോഷമാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡനക്കേസ് കൊടുത്തിട്ടുണ്ട്. ആ 18ഓളം ആൾക്കാരുടെ പേരിൽ പീഡനക്കേസ് കൊടുത്തതിൻ്റെ റെസീറ്റോ FIR കൊണ്ട് തന്നാൽ ഞങ്ങൾ ഇത് എഴുതിത്തരാൻ തയ്യാറാണ്. സ്വർണത്തിൽ കറ വീണിക്ക് എന്ന് പറഞ്ഞിക്കല്ലോ, ഇത് കറ വീകാത്തതാണ്. ഇവൻ്റെ അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്ന സ്വത്താണ്. ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. ലസിത പാലക്കൽ ഏറ്റെടുക്കുക. ലേക്കാക്ക